തൊടുപുഴയിൽ 16 വയസ്സുള്ള മകൻ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ അയാളുടെ ഉമ്മയെ ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ടു. ഒരു മരിച്ചുപോയൊരു സഖാവിൻ്റെ ഭാര്യയായിരുന്നു. അവർക്കൊരു സാധാരണ ജോലി, ഒരു കുടുംബം പുലർത്തുന്ന ആ ജോലി വെച്ചിട്ടാണ് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി 16 വയസ്സുള്ള മകൻ പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ അമ്മയെ ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ട പാർട്ടിയാണ് CPM. ആലോചിച്ച് നോക്കിയേ ഏത് തരത്തിലേക്കാണ് പോകുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രി RSSനെ പ്രതിരോധിക്കുന്നത് CPM ആണെന്ന് പറയാണ്. നല്ല തമാശയാണ്. RSSന്റെ കൂടി പിന്തുണയോടുകൂടി നിയമസഭയിലേക്ക് 77 ജയിച്ചു വന്ന MLA ആണ് ശ്രീ പിണറായി വിജയൻ. ആരോരും അറിയാതെ ഔദ്യോഗിക കാറ് മാറ്റി മസ്കറ്റ് ഹോട്ടലിൽ പോയി RSS നേതാക്കളുമായി ചർച്ച നടത്തിയ നേതാവാണ് പിണറായി വിജയൻ. BJP സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി അജിത് കുമാറിനെ വിട്ട് പൂരം കലക്കിയ ആളാണ് പിണറായി വിജയൻ. BJPക്ക് ജയിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്താണ്. CPI നേതൃത്വം പോലും അത് പറഞ്ഞല്ലോ. അവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, വേറെ ഗൂഢാലോചന ഉണ്ടായി എന്ന് അമിത്ഷാ പറഞ്ഞപ്പോൾ PM ശ്രീയിൽ ഒപ്പിട്ട് കൊടുത്ത ആളാണ് പിണറായി വിജയൻ. BJP പറയുന്നതനുസരിച്ചിട്ടാണ്. BJP പറയുന്നതനുസരിച്ച് മാത്രം RSSും പറയുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇപ്പോൾ. എന്നിട്ടിപ്പോൾ ചില ആളുകളെ കൊണ്ട്, ചില വ്യക്തികളെ മുന്നിൽ നിർത്തി അവരെ കൊണ്ട് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിപ്പോൾ LDF കലാപമായി. ഇപ്പോൾ CPI പറഞ്ഞു, CPI നേതാവിനെ ചതിയൻ ചന്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. CPI നേതാവിനെ, ഘടകകക്ഷിയുടെ ഏറ്റവും വലിയ നേതാവിനെ വരെ ചീത്ത വിളിപ്പിക്കുകയാണ്. വേറെ ആളുകളെ കൊണ്ടുവന്ന് ചീത്ത വിളിപ്പിക്കുകയാണ്. എന്നിട്ടിപ്പോൾ അവർ മുസ്ലിമിനെയും മുസ്ലിം ലീഗിനെയും പറയാണ്. എന്താണ് മുസ്ലിം ലീഗും അവർ തമ്മിലുള്ള പ്രശ്നം? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയും ലീഗ് ഭരിച്ചിരുന്ന വിദ്യാഭ്യാസ വകുപ്പും നിരവധി സ്ഥാപനങ്ങൾ SNDPക്ക് SN ട്രസ്റ്റിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൻ്റെ റെക്കോർഡ് നിങ്ങളുടെയൊക്കെ ലൈബ്രറിയിലുണ്ട്. എന്നിട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് എന്താണ് ഇന്നലെ ആ മാധ്യമ പ്രവർത്തകൻ ചോദിച്ച തെറ്റെന്താണ്? വല്ല തെറ്റും ചോദിച്ചോ? അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടിയില്ല എന്ന് പറയുന്ന 3 ജില്ലകളിൽ നിങ്ങൾക്ക് സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു. സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടിയില്ല എന്ന് ചോദിച്ചു. കിട്ടിയില്ല എന്ന് പറഞ്ഞു. 10 കൊല്ലമായിട്ട് പിണറായി വിജയനല്ലേ ഭരിക്കുന്നത്, അപ്പോൾ തരാത്തത് അദ്ദേഹമല്ലേ എന്നാണ് ചോദിച്ചത്. ആ ഗവൺമെൻറ് അല്ലേ? ഇനി ആ ഗവൺമെൻറ് വരണം എന്ന് പറയുന്ന ആൾ ഇനി ആ ഗവൺമെൻറ് വന്നാൽ കിട്ടുമോ? അതല്ലേ ചോദിച്ചത്. അത് ഞങ്ങളോടൊക്കെ നിങ്ങൾ എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിനയാൾ വർഗീയവാദിയാണ് എന്ന് അയാൾക്കെതിരെ ആക്ഷേപിക്കുകയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചതിനെതിരായിട്ട്. ഇതെല്ലാത്തിനും കൊട പിടിച്ചു കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് പറയാൻ പറ്റാത്ത കാര്യം കൂടി ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. തുടരട്ടെ, അത് തുടരുന്നതാണ് നല്ലത്, നിർത്തണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ആഴ്ചയും ഇങ്ങനെയുള്ള ആളുകൾ ഒരു പത്രസമ്മേളനം തിരഞ്ഞെടുപ്പ് വരെയെങ്കിലും നടത്തണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. അതങ്ങനെ നടത്തിപ്പോകട്ടെ. എവിടെ എത്തി നിൽക്കുന്നു? ടീം UDF ആയി ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ശിഥിലമായ LDF ആണ് മറുവശത്ത്. ശിഥിലമായ തെരഞ്ഞെടുപ്പ് തോൽവിയോട് കൂടി LDF ശിഥിലമാവുകയാണ്. ടീം UDF സ്ട്രോങ് ആയി നിൽക്കുകയാണ്. അതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉള്ള രാഷ്ട്രീയ വിശകലനം. CPM ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയുടെ മാറാട് കലാപം മോഡൽ വീണ്ടും കലാപം ഉണ്ടാക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നതടക്കം വലിയ വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ് കലാപം ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുന്നത്? അത് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് അദ്ദേഹത്തിൽ കൂടി വരുന്നത്. കേരളത്തിന് ഭരിക്കുന്ന മുഖ്യമന്ത്രി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് അദ്ദേഹത്തിൻ്റെ കീഴിലല്ലേ നടപടിയെടുക്കണ്ടേ? എത്ര ഹീനമായ വർഗീയതയാണ് ഈ പറയുന്നത്. വിദ്വേഷത്തിൻ്റെ പ്രചരണമാണ് നടത്തുന്നത്. സംഘപരിവാർ നടത്തുന്ന അതേ വിദ്വേഷ പ്രചരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന ആളുകൾ നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ സർവ്വ അനുഗ്രഹ ആശംസകളോടും കൂടിയാണ്. ഇതെല്ലാം പറഞ്ഞതിൻ്റെ പിറ്റേ ആഴ്ചയാണ് അദ്ദേഹത്തെ പോയി പൊന്നാട അണിയിച്ചത്. മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി നടക്കുന്ന ആളുകളാണ് ഇത് പറയുന്നത്. ഈ വർഗീയ പ്രചരണം ഉറപ്പായിട്ടും മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ പുറകിൽ. ഈ വർഗീയ പ്രചരണം തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ നാവായിട്ടാണ് വേറെ ചില ആളുകൾ ഇത് പറയുന്നത്. വെള്ളാപ്പള്ളി നടേശനെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ വലിയ പിന്തുണ കൊടുത്തെങ്കിലും അതിന്റെ റിഫ്ലക്ഷൻ അവർക്ക് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല. അപ്പൊ ഇപ്പോഴും ഒരു ലാസ്റ്റ് ഹോപ്പായി കൊണ്ടുനടക്കുന്നതാണോ? കേരളത്തിൽ വിദ്വേഷത്തിൻ്റെ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കാൻ BJPയെ പോലെ CPM ശ്രമിക്കുന്നു. തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ വർഗീയതയാണ് പറഞ്ഞത്. അതിനുശേഷം ഭൂരിപക്ഷ വർഗീയതയായി. എല്ലാം തിരിച്ചടിച്ചു. അതുവരെ ആരും ഇല്ലാത്ത സ്ഥിതിയായി.
ഭൂരിപക്ഷം ഒട്ടുമില്ല, ന്യൂനപക്ഷം ഒട്ടുമില്ല എന്നുള്ള സ്ഥിതിയായി. ശബരിമലയും കൂടി കഴിഞ്ഞപ്പോൾ അത് പൂർത്തിയായി. ആഗോള അയ്യപ്പ സംഗമം നടത്തി തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് ഇത് കളവിൻ്റെ പരമ്പരയല്ലേ 2019 മുതൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കിയാൽ ഓരോ സാധനം പോയതിൻ്റെ കഥകളാണ് SIT കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നത്. കട്ടലേമ്മ വച്ചിരുന്ന ശിവരൂപം വരെ അടിച്ചുകൊണ്ട് പോവാണ്. കുറേ കട്ട് കഴിഞ്ഞപ്പോൾ ആരും അറിയുന്നില്ല എന്ന് കണ്ടപ്പോൾ 2024 വീണ്ടും പൂശ ഇറങ്ങിയതാണ് പുതിയ ദേവസ്വം ബോർഡ്. അപ്പം കോടതി പിടിച്ചില്ലായിരുന്നെങ്കിൽ അയ്യപ്പൻ്റെ തങ്കവിഗ്രഹം വരെ ഇവർ കൊണ്ടുപോയതിനെ. പരമ്പരയാണ്, മോഷണ പരമ്പരയാണ് 2019 മുതൽ നടന്നത്. അതിൽ ഇവർക്ക് എല്ലാവർക്കും പങ്കുണ്ട്. പങ്കുള്ളത് കൊണ്ടാണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ചെയ്തോട്ടെ. നിങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞത് നേരത്തെ? കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ പോയതോ ചോദ്യം ചെയ്തതോ ആരും അറിഞ്ഞില്ലല്ലോ. ചെയ്യട്ടെ. അതുകൊണ്ട് അടൂർ പ്രകാശ് കേസിലെ പ്രതിയാവോ? ആവോ? ഒപ്പം നിൽക്കുന്ന ഫോട്ടോ എടുത്ത എല്ലാവരും അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ പ്രതിയാവണമല്ലോ. പിണറായി വിജയൻ SIT ചോദ്യം ചെയ്യണമല്ലോ. പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി നിൽക്കുന്ന പടം ഉണ്ടല്ലോ. അല്ലല്ല, ആര് അപ്പോയിന്റ്മെന്റ് കൊടുത്ത എന്താ കുഴപ്പം? ഞാൻ ചോദിക്കട്ടെ, ഒരു കേസിൽ ഇപ്പൊ പ്രതിയാ, അയാൾ അന്ന് പ്രതിയല്ലല്ലോ. അല്ലല്ല, അന്നായാലും പ്രതിയല്ലല്ലോ. അതിനേക്കാൾ എളുപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി അറിയാൻ എളുപ്പം പിണറായി വിജയനല്ലേ. പിണറായി വിജയന്റെ സഹപ്രവർത്തകരാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ കയറി ഈ അയ്യപ്പന്റെ സ്വർണം മുഴുവൻ മോഷ്ടിച്ചത്. എന്നിട്ട് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് പോലും അറിയാതെയാണോ മുഖ്യമന്ത്രി കൂടെ നിന്നത്? ഞാൻ മുഖ്യമന്ത്രി കൂടെ നിന്നതിനെ കുറ്റപ്പെടുത്തില്ല. അല്ല, കേൾക്ക്, ഞാൻ മുഖ്യമന്ത്രി കൂടെ നിന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം മുഖ്യമന്ത്രിക്ക് അറിയണമെന്നില്ല ഇയാൾ കൊള്ളക്കാരനാണ് അല്ലേ എന്ന്. പക്ഷെ അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ നിന്ന ഫോട്ടോ ഉള്ളതിന്റെ പേരിൽ അടൂർ പ്രകാശിനെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് പിണറായി വിജയനെയും ചോദ്യം ചെയ്യണം. ആ പോറ്റിയുടെ കൂടെ ഉണ്ട്, പോറ്റിയുടെ കൂടെ പിണറായി വിജയനും ഉണ്ട്. ആര് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്താലും എന്താ കുഴപ്പം? അന്ന് അയാൾ ഏതെങ്കിലും കേസിൽ പ്രതിയാണോ? അവരെയൊക്കെ എത്ര പേര് കാണുന്നു? 100 കണക്കിന് ആളുകൾ കാണും. അവരെയൊക്കെ എത്ര പേര് കാണും?